ഞാൻ ചോദിക്കണം, ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, യുദ്ധത്തിന് പല കാരണങ്ങളുണ്ടാവും. ഈ കൊച്ചുങ്ങളെ കൊല്ലണം എന്തിനാ? എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രോ. എൻ്റെ കണ്ണേറ് ഞാൻ എൻ്റെ ഉമ്മച്ചിനായിട്ടൊക്കെ റിലേറ്റ് ചെയ്യും. എനിക്ക് അത് അറിഞ്ഞു കൊടുക്കാം. ഇപ്പം ഞാൻ അതെൻ്റെ ചിലപ്പോൾ ഒരു കുറവായിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു ഇമോഷണലി അങ്ങനെ ഒരു ആളായതിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവാം. പണ്ടത്തെ പോലെ അടിച്ചു തീർക്കുന്നേ, ഒരു അറ്റത്തുനിന്ന് 4 പേര് ഒരു 100 പേര് അവിടെ നിന്ന് പഠിക്കും, ഇവിടെ നിന്ന് പഠിക്കും. അത് ആരും ജയിക്കണം, അവരെന്താണെന്ന് വെച്ചാൽ എഴുതിയെടുക്കോ, മൊയിലെടുക്കോ, മറ്റെടുക്കോ, മറിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചുങ്ങളെ കൊല്ലണം എന്തിനാണ്? ഈ വീഡിയോയിൽ പറയുന്ന പോലെ എത്ര നടന്മാർക്ക് പറയാൻ ധൈര്യമുണ്ട്. ഷെയ്ൻ നിഗം എന്ന് പറയുന്ന വ്യക്തിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ഉണ്ടാക്കിയ ഒരു കാര്യം കേട്ടോ. മലയാള ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം നടന്മാരുണ്ടായിട്ട് ഏതെങ്കിലും ഒരു നടൻ ഇങ്ങനെ വന്ന് പറയാൻ ധൈര്യം കാണിച്ചു. കാരണം അവർക്ക് പേടിയാണ്. ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെ ബാധിക്കും. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൽ ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ സിനിമകളിൽ ടിക്കറ്റ് എടുക്കാനും തിയേറ്ററിൽ ആള് കയറാനും ഉണ്ടാവില്ല. പക്ഷെ ഷെയ്ൻ നിഗം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വണ്ടടിച്ചു പോയി. സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ എന്തിനാണ് ബോംബ് വന്ന് വീണെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഭക്ഷണത്തിന് വേണ്ടി ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ പഠിച്ചോനെ നമ്മളെ കണ്ണ് ഇതായി. അതായത് നമുക്ക് കണ്ടിരിക്കാൻ കഴിയൂല. നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം വന്നാല് നമ്മളെ വീട്ടിലുള്ളവര് പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ മുമ്പിൽ മരിച്ചു വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റും. അതന്നെയല്ലേ അവരൊക്കെ അവിടെ സംഭവിക്കുന്നത്. നമുക്കൊരു വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടായി ആ കുട്ടി മരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഇമോഷണലി വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഇതിലൊരു മാറ്റം വരണമെങ്കിൽ എല്ലാവരും ഇതിനെതിരെ സംസാരിക്കണം. അല്ലാതെ കുറച്ച് ആൾക്കാർ വ്യക്തിപരമായിട്ടുള്ള ബെനിഫിറ്റിനും വേണ്ടി ഇത് സംസാരിക്കാതിരിക്കരുത്.